ആദ്യം തന്നെ എല്ലാവരോടും ഒരു വലിയ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. അറിയാമല്ലോ, വീട്ടില് കുറെ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മയുടെ മൾട്ടിപ്പിൾ ഫ്രാക്ചറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. പൂർണ്ണമായും ബെഡ് റിഡൺ ആയ ഒരാളെ നോക്കുക എത്രത്തോളം പാടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഒപ്പം അത്രയും പ്രായമായതുകൊണ്ട് തന്നെ അത് ജോയിൻ ചെയ്യാൻ വളരെ താമസമാണ്. അതുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പെട്ടുപോയതുകൊണ്ടാണ് സ്റ്റോറി എനിക്ക് പ്രോപ്പറായിട്ട് തരാൻ പറ്റാതിരുന്നത്. എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അതിലും കഷ്ടത്തിലായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ ഈ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ഡോക്ടറിന്റെ അതേ ചോദ്യമാണ് തന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവരുടെ മുഖത്തൊന്നും കൂടി മനസ്സിലായതും മഞ്ജുവിന്റെ തല കുനിഞ്ഞു. അത് പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ, നിങ്ങളൊരു വീട്ടിലല്ലേ താമസിക്കുന്നത്? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മാഷിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് വെച്ചിട്ട് എല്ലാം എന്നോട് പറയണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? മാഷിന്റെ ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ അവർ തിരിച്ചു ചോദിച്ചു. അല്ല, എന്നാലും ഭർത്താവ് ഇത്രയധികം ഗുളികയൊക്കെ കഴിക്കുമ്പോൾ സാധാരണ ഏതൊരു ഭാര്യയും ഇതൊക്കെ ചോദിക്കേണ്ടതല്ലേ? സംയമനം അല്പം പോലും കളയാതെയുള്ള ഡോക്ടറുടെ ആ ചോദ്യത്തിൽ ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിയ മുഖം പോലും അദ്ദേഹത്തെ ഒന്ന് നോക്കി. മഞ്ജുവിന്റെ സംസാരം കേൾക്കെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ഏതൻ. അത് പിന്നെ വല്ല പ്രഷറിന്റെയോ ഷുഗറിന്റെയോ ഒക്കെ ഗുളികയാവുമെന്ന് ഞാൻ കരുതി. ചോദ്യം ഡോക്ടറുടെ ആയതുകൊണ്ട് മാത്രം അവരുടെ ശബ്ദം അല്പം പതിഞ്ഞു. അദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലുമാണ് അത് ചോദിച്ചതെങ്കിൽ അവര് ഒന്നിനു പകരം രണ്ട് മറുപടി പറഞ്ഞ് തിരിച്ചേനെ. ഓക്കെ, എന്തായാലും ഇനിയെങ്കിലും മാഡം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. മാഡത്തിന്റെ ഭർത്താവ്, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം എന്നും മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇതിനിടയിൽ പലപ്പോഴായി ചെക്കപ്പിന് പോയ റിപ്പോർട്ടുകളും ഇതിൽ കാണുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 മാസത്തിൽ ഒരെണ്ണം പോലും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ട് അദ്ദേഹം ഗുളിക കഴിക്കുന്നതൊക്കെ നിർത്തിയിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അറ്റാക്ക്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കിപ്പോൾ നോക്കാം. ജീവൻ എന്തായാലും ആപത്തില്ല. എങ്കിലും പൂർണ്ണമായി എന്തെങ്കിലും പറയാൻ 48 മണിക്കൂർ കഴിഞ്ഞേ പറ്റൂ. കഴിഞ്ഞ 3 വർഷമായി ഭർത്താവ് മരുന്ന് കഴിക്കുന്ന കണ്ടിട്ടും അത് തിരക്കാത്തൊരു ഭാര്യയോട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് അയാളിലെ മനുഷ്യന് അറിയാമായിരുന്നെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയിൽ പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം അവരുടെ ബൈസ്റ്റാൻഡർ അറിഞ്ഞിരിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ മോറൽ എത്തിക്സ് കൊണ്ട് മാത്രം അദ്ദേഹം കാര്യങ്ങൾ അവർക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. ഒക്കെ കേട്ടുകൊണ്ടവർ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു എന്ന് കണ്ടതും തല കുലുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അശോകന്റെ വൈഫിന് ഇതുവരെ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അശോകന്റെ ഒപ്പം എപ്പോഴും വേണം കേട്ടോ. അദ്ദേഹം പറഞ്ഞത് തലയാട്ടിക്കൊണ്ട് ഏതനും മാഷും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഭ്രാന്ത് പിടിച്ച പോലെ ഓടി വരുന്ന ആമ്പലിനെയാണ്. പാഞ്ഞു പിടിച്ചു വന്നവൾ കസേരയിലിരിക്കുന്ന മഞ്ജുവിന്റെ കാൽച്ചുവട്ടിലേക്ക് പടച്ചു വീഴുന്ന കണ്ടതും ആസിയും നൗഫിയും ഇരുവശത്തോടും കൂടി അവളെ ഒരുപോലെ താങ്ങി പിടിച്ചു. അമ്മേ, അച്ഛൻ അച്ഛൻ എന്താ? അറ്റാക്ക് ആണെന്ന് ഇവരൊന്നും തെളിച്ചു പറയുന്നില്ല. മഞ്ജു കണ്ണീരോടെ പറയുകയും ആമ്പലു കേട്ട ഞെട്ടലിൽ മയങ്ങി നിലത്തേക്ക് വീണുപോയി. അമലു! ഓടിപ്പാഞ്ഞ് ഏതൻ അടുക്കളേക്ക് എത്തും മുന്നേ ആസി അവളുടെ കയ്യിൽ കോരിയെടുത്തിരുന്നു അവനെ. ഒപ്പം നൗഫി കൂടി പിടിച്ചതും ഏതൻ വന്നവളുടെ കാൽഭാഗം താങ്ങി. അപ്പൊ തന്നെ അവളെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു. കൊച്ചിനോട് ഇങ്ങനെയൊക്കെയാണോ മഞ്ജു കാര്യം പറയുന്നത്? ഒരല്പം സമാധാനത്തിൽ പറഞ്ഞുകൂടായിരുന്നോ? കൊച്ചിന് അവളുടെ അച്ഛൻ എങ്ങനെയാണെന്ന് നിനക്കറിയാത്തൊന്നും അല്ലല്ലോ. ആമ്പലിന്റെ ഒപ്പം വന്ന ലളിത ടീച്ചർ അവരോട് ദേഷ്യപ്പെട്ടതും മഞ്ജു അവർക്ക് നേരെ അങ്ങ് ചാടിക്കയറി. അറ്റാക്ക് വന്നയാൾക്ക് അറ്റാക്ക് വന്നു എന്നല്ലാതെ പനിയാണെന്ന് പറയാൻ പറ്റുമോ? അകത്ത് കിടക്കുന്നവൻ അവൾക്ക് തന്തയാണെങ്കിലേ എനിക്കെന്റെ കെട്ടിയോനാണ്. എന്തായാലും എന്റെ അത്രയും വരില്ല ഒരാളുടെയും വിഷമം. അങ്ങനെ ഒരു സാഹചര്യത്തിലും തന്റെ അമ്മയ്ക്ക് നേരെ തുള്ളുന്നവരെ കണ്ട് ഏതൻ മറുപടി പറയാൻ ചെന്നെങ്കിലും മാഷ് അവനെ തടഞ്ഞു പിടിച്ചു. അകത്തൊരു പെൺകൊച്ചു കിടപ്പുണ്ട്. നീ അവളുടെയും അവളുടെ അച്ഛന്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി. അതിലെ ഗൗരവവും ശാസനയും മനസ്സിലായതും പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ഏതൻ അവിടെ നിന്നും മാറി നിന്നു. BP ഷൂട്ടായതാണ്. മെഡിസിൻ കൊടുത്തിട്ടുണ്ട്.
എന്തായാലും കുറച്ചു നേരം ട്രിപ്പ് കയറട്ടെ. പുറത്തേക്കിറങ്ങിയ ഡ്യൂട്ടി ഡോക്ടർ അങ്ങനെ പറഞ്ഞതും മഞ്ജു അകത്തേക്ക് കയറിപ്പോയി. കൊച്ചു വിശ്രമിക്കട്ടെ, നമുക്ക് അശോകന്റെ അവിടേക്ക് പോകാം. ഇനി അകത്ത് കയറി കൊച്ചിനോട് വേറെന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയത്തിൽ പെട്ടെന്ന് ലളിത ടീച്ചർ അങ്ങനെ പറഞ്ഞതും മഞ്ജു മാഷിനെ ഒന്ന് നോക്കി. ഇവിടെ ഞങ്ങൾ നിന്നോളാം, മഞ്ജു ടീച്ചറിന്റെ കൂടെ പൊക്കോ. മാഷും കൂടി അങ്ങനെ പറഞ്ഞതും ഇത്തവണ എന്തായാലും തറുതലൊന്നും പറയാതെ മഞ്ജു അവരുടെ ഒപ്പം പോയി. അവരവിടെ നിന്ന് പോയി എന്ന് കണ്ടതും ഏതൻ നൗഫിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമലു, അവൾ എങ്ങനെയാടാ അറിഞ്ഞത്? താൻ പോയി സമാധാനത്തിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടു വരാമെന്നാണ് കരുതിയിരുന്നത്. അതാണിപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഒന്നും പറയണ്ട എന്റെ ഏട്ടാ, ആരെയോ വിളിക്കണമെന്ന് പറഞ്ഞെന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയതാ മഞ്ജുമ്മ. അതിനിടയിൽ ആമ്പൽ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ആ വെപ്രാളത്തിൽ പെണ്ണ് മാഷിന്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞുപോയി. കേട്ട പാതി കേൾക്കാത്ത പാതി അവരപ്പോഴേ ടീച്ചറിനെ വിളിച്ചു. പിന്നെന്താ നടന്നതെന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആസി സങ്കടത്തോട് അവനെ നോക്കി പറഞ്ഞു. മഞ്ജുമ്മയുടെ ഫോൺ വരുമ്പോൾ രമുവും വീട്ടിലില്ലായിരുന്നു. അല്ലെങ്കിൽ അവളെങ്കിലും ആമ്പലിനെ നോക്കിയാനെ. മഞ്ജുമ്മയുടെ വിളിയിലും കരച്ചിലും പെണ്ണുവല്ലാതെ പേടിച്ചുപോയി. സത്യം യദുവേട്ടാ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒക്കെ കൈവിട്ടു പോയിരുന്നു. അബദ്ധം പറ്റിയ പോലിരിക്കുന്ന നൗഫിയെ കൂടി കണ്ടതും കൂടുതലൊന്നും പറയാതെ ഏതൻ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഒരല്പ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് പെണ്ണിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും തകർന്നൊരവസ്ഥയിൽ അവളെ കാണില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ഏതന് മഞ്ജുവിനോട് വല്ലാത്ത പക തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ട്രിപ്പ് കയറിക്കൊണ്ടുവന്ന അവളുടെ വിരലുകളിൽ അവൻ മെല്ലെ തലോടുമ്പോഴും കണ്ണുകൾ വാടി തളർന്നു കിടക്കുന്ന പെണ്ണിന്റെ മുഖത്തായിരുന്നു അവന്റെ നോട്ടമത്രയും. 1-2 മണിക്കൂർ കൊണ്ട് തന്നെ അവൾ പകുതിയായിരിക്കുന്നു. ഇത്തിരി സമാധാനത്തിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നെഞ്ചോടൊന്ന് അടക്കി പിടിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ തന്റെ പെണ്ണ് ഇങ്ങനെ ഈ നിമിഷം ഇവിടെ കിടക്കില്ലായിരുന്നു. ഓരോന്ന് ആലോചിക്കാതെയും പറയാതെയുള്ള മഞ്ജുവിന്റെ പ്രവൃത്തിയോർക്കെ അവന് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം പുറത്ത് ഐസിയുവിന്റെ അവിടെ നിന്നും മാറാതിരിക്കുകയാണ് മഞ്ജു. ആസി കയ്യിലെ 2 കോഫിയിലൊന്ന് മഞ്ജുവിനെ നേരെ നീട്ടി. ഇത്രയും നേരം കൊണ്ട് ക്ഷീണിച്ചിരുന്നവർ മറുത്തൊന്നും പറയാതെ അത് വാങ്ങി കുടിച്ചു. ലളിത ടീച്ചറിനായിട്ട് അത് നീട്ടിയതും അവർ വേണ്ട എന്നുപോലെ തലവെട്ടിച്ചു. അകത്ത് കിടക്കുന്ന ആളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പൂർണ്ണ ഉത്തരവാദിത്തം ഡോക്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒപ്പം ആകെ തളർന്ന പോലെ കിടക്കുന്ന മോളും. അവൾക്ക് ബോധം വന്നാൽ എങ്ങനെയാവും കൊച്ചിനി പ്രതികരിക്കുക എന്നൊന്നും അറിയില്ല. കാരണം അവളുടെ ലോകം തന്നെ അവളുടെ അച്ഛനായിരുന്നല്ലോ. ഓരോന്നൊക്കെ ആലോചിക്കും തോറും ലളിത ടീച്ചറിന് തല പിരിക്കാൻ തുടങ്ങി. അഞ്ജലി അറിയിച്ചോ? മാഷിന്റെ ചോദ്യം കേൾക്കെ കയ്യിലിരുന്ന ക്ലാസ് ഒന്ന് ചുരുട്ടി മഞ്ജു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, പറഞ്ഞില്ല. കുറച്ചു മുന്നേ ആസിയെ വീട്ടിലേക്ക് വിട്ട് ഫോൺ എടുപ്പിച്ചവർ ആർക്കൊക്കെയോ ഫോൺ ചെയ്യുന്ന കണ്ടിരുന്നു. അപ്പൊ തോന്നി ആദ്യം മൂത്ത മകളെയാകും വിളിച്ചിട്ടുണ്ടാവുകയെന്ന്. അറിയിക്കുന്നില്ലേ? ഇത്തവണ ചോദ്യം ലളിത ടീച്ചറിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അറിയിക്കണം, പക്ഷെ പെട്ടെന്ന് വിളിച്ചു പറയുമ്പോൾ അവള് പേടിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് അറിഞ്ഞിട്ടൊക്കെ വിളിച്ചു പറയാം എന്ന് വിചാരിച്ചു. അത് കേട്ടതും അതുവരെ ഇല്ലാതിരുന്നൊരു ദേഷ്യം വന്ന് ടീച്ചർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ടീച്ചർ എവിടെ പോകുക? പെട്ടെന്നുള്ള അവരുടെ എഴുന്നേൽപ്പിൽ അമ്പരന്നുകൊണ്ടായിരുന്നു മഞ്ജുവിന്റെ ചോദ്യം. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. മുഖത്ത് പോലും നോക്കാതെ അവർ മുന്നിലേക്ക് നടന്നു. മൂത്ത മകളെ അച്ഛന്റെ കാര്യം വിളിച്ചു പറയാൻ സമയവും കാര്യവും നോക്കാനൊക്കെ അവർക്കറിയാം. ആ ഇത്തിരിയില്ലാത്ത പെങ്കൊച്ചിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഈ ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ അവർക്ക്. അതെങ്ങനാ? അഞ്ചു സ്വന്തം മോളും ഇവളെ ഒഴുക്കുവെള്ളത്തിൽ കിട്ടിയതുമല്ലേ. ദേഷ്യമടങ്ങാതെ പിറുപിറുത്തുകൊണ്ട് പോകുന്ന ഭാര്യയെ കണ്ടെങ്കിലും മാഷ് അവരെ പിടിച്ചു നിർത്തി ഒന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം മഞ്ജുവിന്റെ സംസാരം അദ്ദേഹത്തിലും വല്ലാത്ത ഈർഷ്യയുണ്ടാക്കിയിരുന്നു. കാര്യം ദൂരെയുള്ള മകളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാത്തതൊക്കെ നല്ലത് തന്നെ. അതുപോലെ തന്നെ വേണ്ടായിരുന്നു അവളിലും 5-6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനോടും ചെയ്യാൻ. അശോകനോടും ആമ്പലിനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവരാരും തിരിച്ചു മറുപടിയൊന്നും പറയാതെ അവിടെ നിന്നത്. അല്ലെങ്കിലുണ്ടല്ലോ. ബൾജിങ് ഒന്നുമില്ലല്ലോ. കൈയൊഴിയാതെ അവളുടെ കൈ തടയുന്നവനെ കണ്ട് സംശയത്തോടെ സിസ്റ്റർ ഒന്ന് നോക്കി. പ്രശ്നമൊന്നും ഇല്ലല്ലോ. അവനെ നോക്കിയാണ് അത് പറഞ്ഞെങ്കിലും അവൻ അവരെ ശ്രദ്ധിക്കാൻ പോയില്ല. അതുകൊണ്ട് തന്നെ ട്രിപ്പ് തീരുമ്പോൾ പറയൂന്ന് പറഞ്ഞിട്ട് അവർ കട്ട നീക്കി പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞതും അവള് മെല്ലെ കണ്ണു തുറന്നു. പെണ്ണ് കണ്ണു തുറക്കുന്ന കണ്ടതും അതുവരെ ആദിയോടെ ഇരുന്നവൻ പെട്ടെന്ന് അവൾക്കൊപ്പം കട്ടിലേക്ക് കയറിയിരുന്നു. അമലു, മോളെ, പേടിപ്പിച്ച് കളഞ്ഞല്ലോടി. അവളെ അതുപോലെ പൊക്കിയെടുത്ത് നെഞ്ചിൽ ചേർത്ത് വരിഞ്ഞു മുറുക്കുമ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു.
അച്ഛൻ കാറ്റുപോലെ കേട്ട ശബ്ദത്തിൽ അവന്റെ ഹൃദയം ഒന്ന് വിറച്ചു. ജീവന് പ്രശ്നമില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആളുടെ കണ്ടീഷൻ എപ്പോ വേണമെങ്കിലും മാറാൻ ചാൻസ് ഉണ്ട് എന്നുകൂടിയുള്ള ഡോക്ടറുടെ വാക്കുകളാണ് ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അച്ഛൻ ഒന്നുമില്ലടി, ഇതെന്തോ ചെറിയ പ്രശ്നം. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുമ്പോഴേക്കും ആള് പഴയ പോലെ ഓടിച്ചാടി നടക്കില്ലേ? നീ ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവിടെ വന്ന് മലർന്നു കിടന്നേക്കുന്നു. കഷ്ടമുണ്ട് കേട്ടോ അമലു. അവളുടെ മുഖത്ത് നോക്കാതെ നിസ്സാരം പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പെണ്ണിനെ അവൻ കട്ടിലിൽ തന്നെ നേരെ കിടത്തി. അതേസമയം അവന്റെ വാക്കുകൾ കേട്ട് പെണ്ണ് അവനെ ഒന്ന് നോക്കി. നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, അച്ഛൻ ഒന്നുമില്ല വച്ചേ. അവളുടെ കവിളിൽ തട്ടി അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അമ്മ അമ്മ പറഞ്ഞല്ലോ അറ്റാക്കെന്ന്. അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി. അറ്റാക്ക്? കുന്തം, നിന്റെ അമ്മയ്ക്ക് വട്ടാടി. അവൻ പല്ല് ഞെരിച്ചു. അപ്പോ അച്ഛനൊന്നുമില്ല? അവളുടെ കണ്ണിൽ പ്രതീക്ഷ നിറഞ്ഞു. അത് കണ്ടപ്പോൾ മാത്രം അവനൊന്ന് പതറി. മോളുടെ അച്ഛനൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടില്ലേ? ഇവിടുന്ന് ഒക്കെ മാറിയിട്ട് നമ്മൾ പോകൂ. എന്തേ പോരേ? അകത്തേക്ക് കയറി വന്ന ലളിത ടീച്ചർ പറയുന്ന കേട്ടതും അവളോട് എന്തു മറുപടി പറയണമെന്നറിയാതെ ഭയന്നു നിന്നവന് ടീച്ചർ വലിയൊരു ആശ്വാസമായി. പക്ഷെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഈ കുഞ്ഞ് ആരോഗ്യത്തോടെ പുറത്തുണ്ടാവണം. അതിപ്പോ ഡോക്ടറാവണം, എല്ലാരെയും ഫ്രീ ആയിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഒരസുഖം വന്നെന്ന് കേട്ടപ്പോഴേ തല കറങ്ങി വീണിരിക്കുന്നു. ഇങ്ങനെയുള്ള നീയാണോ നാളെ വലിയ ഡോക്ടറൊക്കെ ആവാൻ പോകുന്നത്? ആകെ ഉഴതിക്കിടന്ന മുടിയിഴകളെ അത്രയും പിന്നിലേക്കാക്കി ഒതുക്കി വെച്ചുകൊണ്ട് ടീച്ചർ വാത്സല്യത്തോടെ ചോദിച്ചതും പെണ്ണ് പിന്നെയും മുഖം കുനിച്ചു. ട്രിപ്പ് ഇപ്പൊ തീരും. നീ പോയി സിസ്റ്ററെ വിളിച്ചോണ്ട് പോയതു. ടീച്ചർ അത് പറയതും അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ പുറത്തേക്ക് പോയി. മോനെ സിദ്ധു, നീ ഇത് കണ്ടോ? നിന്റെ മാമൻ അറ്റാക്ക് ആയെന്ന്. ദൈവങ്ങളെ, എന്റെ അശോകേട്ടൻ. ഏതന്റെയും മാസിയുടെയും കൈപിടിച്ച് നടന്നു വന്നവൾ ആദ്യം കേൾക്കുന്നത് അതാണ്. പെണ്ണ് ഞെട്ടി മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. ഐസിയുവിന്റെ വാതിൽ ഒറ്റയ്ക്ക് അവൾ മാത്രമായി ആ രാത്രി ഇരുന്നു. അകത്തുള്ള പേഷ്യൻസിന്റെ ഒപ്പം ഇരിക്കുന്നവരിൽ ഒന്നോ രണ്ടോ പേര് അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ടുണ്ട്. അമ്മയും അപ്പച്ചിയും എവിടെയാണോ ആവോ, ചിലപ്പോ കഴിക്കാൻ പോയിട്ടുണ്ടാവും. തന്നെയും വിളിച്ചിരുന്നു തോന്നുന്നു, ഓർക്കുന്നില്ല. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അധികാരിയായവനും വിളിച്ചു തോന്നുന്നു. അതുകൊണ്ടാണ് പോകുന്നില്ലെന്ന് ഉറപ്പിച്ചത്. വല്യച്ഛൻ പിന്നെ വൈകിട്ടേ തിരിച്ചുപോയി. രാവിലെ മുതൽ കുറച്ചു മുന്നേ വരെ ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു. ആസിയും നൗഫിയും രമ്യയും മാഷും ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്നു തന്റെ ഇടയിൽ. എല്ലാത്തിലും ഉപരി തന്റെ കൈകൾ വിടാതെ തന്റെ പ്രാണനായവനും. പക്ഷെ എല്ലാരോടും താൻ പോകാൻ പറഞ്ഞു. വാശി പിടിച്ച് പോകില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ രമുവിനെ പോലും ഉള്ളിലുയരുന്ന ദേഷ്യമത്രയും ഒതുക്കിപ്പിടിക്കാൻ പരാജയപ്പെട്ട വേറൊരുവനെയും അറുത്തു മുറിച്ച് എന്തോ പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. അതെന്താണെന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. പക്ഷെ അവരുടെ മനസ്സിനെ നന്നായി നോവിച്ചിട്ടുണ്ടെന്ന് മാത്രം തനിക്കിപ്പോൾ അറിയാം. അതല്ലായിരുന്നെങ്കിൽ അമ്മയുടെ വൃത്തികെട്ട സംസാരം അവരിനിയും കേൾക്കേണ്ടി വന്നേനെ. വേണ്ട, എന്തുകൊണ്ടാവും താൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവർക്കറിയാൻ പറ്റും. അവർക്ക് തന്നെ മനസ്സിലാവും. നിള പോലെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ അങ്ങനെ വിട്ടുകൊണ്ടവൾ ചുമലിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു കയറി വരുമ്പോഴാണ് സിദ്ധുവേട്ടനെയും അപ്പച്ചിയും വല്യച്ഛനെയും ഒക്കെ താൻ കാണുന്നത്. വിഷ്ണുവേട്ടൻ വിദ്യ ചേച്ചിയുടെ ഒപ്പം ഏതോ പരീക്ഷയ്ക്ക് കോയമ്പത്തൂർ പോയിരിക്കുന്നത് കൊണ്ട് അവര് വന്നിട്ടില്ലായിരുന്നു. സ്മിത ചേച്ചിയും ഉണ്ണിയേട്ടനുമായി എവിടോ ടൂറിലാണ്. ഇതൊക്കെ നേരത്തെ ആരൊക്കെയോ പറഞ്ഞു കേട്ടതാണ്. തന്നെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്ന ആസിയ ഏട്ടനെയും കണ്ടപ്പോൾ തന്നെ അമ്മയുടെ അരികിൽ നിൽക്കുന്ന സിദ്ധുവേട്ടന്റെ മുഖം മാറുന്നത് താൻ കണ്ടതാണ്. ആളുടെ ദേഷ്യം കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അതുവരെ ആളോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മ ഓടി വന്നവരുടെ കൈ തട്ടിമാറ്റി തന്നെ കയറി താങ്ങി പിടിച്ചത്. പെട്ടെന്ന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാഹചര്യം മനസ്സിലാക്കിയ പോലെ അവർ രണ്ടുപേരും വിട്ടുമാറി നിന്നു. അച്ഛന്റെ കാര്യം കേട്ട് എന്റെ കൊച്ചും തളർന്നു പോയി മോനെ. തന്നെ സിദ്ധുവേന്റെ അരിയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നിർത്തി അമ്മ പദം പറഞ്ഞ കാര്യം കരയാൻ തുടങ്ങിയതും സിദ്ധു വന്നവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചു. ഇതിനു മുന്നേയും ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തോന്നാത്ത അസ്വസ്ഥതയോടെ അവൾ തോള് വെട്ടിച്ചെങ്കിലും അവന്റെ കൈ കുറച്ചുകൂടി വെളുത്തിൽ അവിടെ അമർന്നതല്ലാതെ ആ കൈ അവൻ മാറ്റിയില്ല. തന്റെ മുഖത്തെ ബുദ്ധിമുട്ട് കണ്ട് ഏതൻ മുന്നോട്ട് വരാൻ നോക്കിയപ്പോഴേക്കും മാഷ് കണ്ണുകൾ കൊണ്ട് അത് തടഞ്ഞിരുന്നു. ഒപ്പം ആളുടെ ഇരുവശത്ത് നിന്ന് ആസിയും നൗഫിയും കൂടി പിടിച്ചു നിർത്തിയതും ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ ഏതൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഒപ്പം നിൽക്കുന്നവന്മാരെ താൻ ദയനീയമായി നോക്കിയതുകൊണ്ടാകും അവന്മാരപ്പോഴേ സാറിന്റെ പിന്നാലെ ഓടിച്ചെന്നത്. അപ്പച്ചി വന്നു കയറി കുറെയൊക്കെ കരഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ് ക്ഷീണിച്ച് എന്ന് തോന്നിയപ്പോൾ
അവിടെ ഒരു കസേരയിലിരുന്നു. ആ സമയത്താണ് ദൈവം പോലെ രമ്യ ഓടിക്കൊണ്ട് വരുന്നത്. തന്റെ അടുത്തെത്തി അയാളിൽ നിന്ന് തന്നെ വലിച്ചു മാറ്റി കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ തന്റെ അച്ഛനെ തന്നോളം സ്നേഹിക്കുന്ന മറ്റൊരാളെ അടുത്ത് കിട്ടിയതിന്റെ സങ്കടത്തിൽ താനും ഒത്തിരി കരഞ്ഞു. മതി, ഇതൊരു ഹോസ്പിറ്റലാണ്. അകത്തുള്ള ആൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കൂടുതൽ ഷോ കാണിക്കാതെ ഒന്ന് നിർത്തുന്നുണ്ടോ? രമ്യയോട് ചാടിക്കടിച്ച് സിദ്ധു പറയുമ്പോൾ അത് തന്നോട് കൂടിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവനെ കേട്ടതും രമ്യയുടെ മുഖം അങ്ങ് മാറി. "ഹും, അച്ഛന്മാർക്ക് വയ്യാതാകുമ്പോൾ സ്നേഹമുള്ള മക്കള് കരയും. അത് അച്ഛന്മാരില്ലാത്തവർക്കും അവരുടെ സ്നേഹം കിട്ടാത്തവർക്കും ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ളവർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ ഷോ ആയി തോന്നുന്നുണ്ട്. അതുകൊണ്ടേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല." ഇതിനാണ് അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുക എന്ന് പറയുന്നത്. ഒച്ചയെടുക്കാതെ തന്നെ കത്തിക്കയറിയുള്ള രമ്യയുടെ സംസാരം കേട്ടതും ആസി നൗഫിയുടെ തോളിലടിച്ചുകൊണ്ട് ഇത്തിരി ആവേശത്തിൽ പറഞ്ഞു, "എടി എടി എടി, നീ കൂടുതൽ അഹങ്കരിക്കല്ലേ. ഇതൊരു ഹോസ്പിറ്റലായിപ്പോയി. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഇതിന് മറുപടി പറഞ്ഞേനെ." "ഉവ്വ, താൻ കുറെ ഒലത്തും. പോയി പണി നോക്ക് മനുഷ്യ, ചുമ്മാ എന്റെ വായിരിക്കുന്ന കേക്കാതെ." കലിയടങ്ങാതെ അവളോട് പറഞ്ഞ അതേ ടോണിൽ ഇത്തിരിയും കൂടി കടുപ്പിച്ച് രമ്യ മറുപടി പറഞ്ഞതും അതൊരിക്കലും പ്രതീക്ഷിക്കാതെ നിന്നവന്റെ മുഖം വിളറി വെളുത്തുപോയി. ഇത്തിരി മാറി അമ്മയെ അപ്പച്ചി ഇരുന്നത് കൊണ്ട് തന്നെ അവരൊന്നും ഇത് കേട്ടില്ല. പക്ഷെ താൻ നിന്നതിന്റെ തൊട്ടപ്പുറത്തിരുന്ന മാഷച്ചനും ടീച്ചറമ്മയും അവരോടെന്തോ പറയാൻ വന്ന അവന്മാരും എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായി കേട്ടിരുന്നു. അത് സിദ്ധുവിന് ശരിക്കും ക്ഷീണമായി. അതവൻ മൊത്തത്തിൽ തീർത്തത് മഞ്ജുവിനോട് ഓരോന്നൊക്കെ പറഞ്ഞ് തുള്ളിക്കൊണ്ടായിരുന്നു. അകത്ത് കിടക്കുന്ന മാമന്റെ കാര്യങ്ങൾ നോക്കാൻ അവനുണ്ടെന്നും നാട്ടുകാരും കൂടുതൽ കാവലിരിക്കേണ്ട എന്നൊക്കെയുള്ള ദേഷ്യത്തോടെയുള്ള പറച്ചിലിൽ അപ്പച്ചിയും കൂടി കേറി അങ്ങ് ഏറ്റുപിടിച്ചു. അതിന്റെ ആദ്യ പടി പോലെയാണ് അമ്മയെക്കൊണ്ട് മാഷച്ചനെയും ടീച്ചറമ്മയും പോകാനായി പറയിച്ചത്. അല്പം മുന്നേ വരെ അമ്മയ്ക്കൊപ്പം അമ്മയുടെ അതേ സങ്കടത്തിൽ നിന്ന മനുഷ്യരോട് ഇറങ്ങിപ്പോകാൻ രീതിയിൽ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരല്പം പോലും ഉളുപ്പ് തോന്നിയില്ല. ഏതാണ്ട് അതേ ടോണിൽ തന്നെയാണ് തന്റെ കൂട്ടുകാരോടും സാറിനോടും അമ്മ പറഞ്ഞത്. കേട്ടുനിന്ന അമ്മയെ പലതരത്തിലും തിരുത്താൻ നോക്കിയെങ്കിലും അതൊന്നും കേൾക്കാതെ സിദ്ധുവേട്ടൻ പറഞ്ഞു കൊടുത്ത വാചകങ്ങൾ അതുപോലെ അവരോട് പറയുമ്പോൾ അമ്മയ്ക്കൊരല്പം പോലും മനസാക്ഷിക്കുത്ത് തോന്നിയില്ലെന്നുള്ളത് സത്യം. പിന്നെയും പിന്നെയും അവർ ഈ നിമിഷം വരെ ചെയ്ത കാര്യങ്ങൾ മറന്നുകൊണ്ടുള്ള സംസാരം കേട്ടതും സഹിക്കാൻ വയ്യാതെ താനാണ് എല്ലാരോടും ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞത്. ഒപ്പം കരഞ്ഞു നിന്ന രമ്യെ പോലും മുഖം നോക്കാതെ പൊക്കോളാൻ പറഞ്ഞു. ഓർത്തതും അവളുടെ കണ്ണ് പിന്നെയും പിന്നെയും നിറഞ്ഞൊഴുകി. അപ്പോ അടുത്ത ഭാഗവുമായി വേഗം തന്നെ കാണാം.